ഉയർച്ച നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹംബിൾ യുവർ സെൽഫ് ബിഫോർ ഗോഡ്. നമുക്കൊരു വാക്യം വായിക്കാം. യാക്കോബിന്റെ പുസ്തകം 4:10 വാക്യം വായിച്ചേ. ഉയർച്ച വേണോ? കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കണം, താഴ്ത്തിക്കൊടുക്കണം. ഇന്ന് പല ആളുകൾക്കും എല്ലാ മണ്ഡലത്തിലും ഉയരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർ താഴ്ത്തിക്കൊടുക്കില്ല. അതാ കുഴപ്പം. അവരുടെ ജഡം, അവരുടെ സ്വഭാവം, അവരുടെ പദ്ധതികൾ ഇതെല്ലാം താഴ്ത്തണം. ഇതെല്ലാം താഴ്ത്തിയെങ്കിൽ മാത്രമാണ് ഒരു ഉയർച്ച നമുക്ക് ലഭിക്കുകയുള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ താഴണം. ആരുടെ സന്നിധിയിൽ? കർത്താവിന്റെ സന്നിധിയിൽ. മനുഷ്യന്റെ മുമ്പിലൊന്നും നമ്മൾ താഴേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ മുമ്പിൽ അഹങ്കാരത്തോടൊന്നും നടക്കണ്ട. മനുഷ്യന്റെ മുമ്പിൽ താണത് കൊണ്ട് എന്താ ഗുണം? വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. പക്ഷെ കർത്താവിന്റെ മുമ്പിൽ താണാൽ, കർത്താവിന്റെ മുമ്പാകെ സമർപ്പിച്ചാൽ, കർത്താവിന്റെ മുമ്പാകെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും ഈ പകൽക്കാലം ദൈവമക്കളോട് പറയട്ടെ, ആ കർത്താവ് നമ്മളെ പിടിച്ചുയർത്തും. കുപ്പയിൽ നിന്നും ദരിദ്രന്മാരെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തിയ ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹംബിൾ യുവർ സെൽഫ് ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. നമ്മുടെ അഹങ്കാരങ്ങളും നമ്മിലുള്ള ആശ്രയങ്ങളും എല്ലാം വിട്ടുകളഞ്ഞ് ദൈവത്തിനായി, ദൈവത്തിന്റെ മഹത്വത്തിനായി, ദൈവത്തിന്റെ ആ നാമത്തിന്റെ ഉയർച്ചക്കായി നമ്മളെ തന്നെ സ്വയം താഴ്ത്തിക്കൊടുക്കുക. അവിടെ ദൈവത്തിന്റെ ഉയർച്ചകൾ ഉറപ്പായി വരും. ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടി നമ്മുടെ ഈ വിഷയത്തിന്റെ ഉറപ്പിനായി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മീകായുടെ പുസ്തകം 6:8 വാക്യം നമുക്ക് വായിക്കാം. മീക പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് മനുഷ്യനോട്, നമ്മളോട് പറയുന്നത്, മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നല്ലത്, ഈ ഭൂമിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഉയർച്ചകൾ ലഭിക്കുവാൻ നല്ലതായി ചെയ്യേണ്ട ഒരു കാര്യത്തെ ദൈവം കാണിച്ചു കൊടുത്തു. അതെന്താണ്? ന്യായതൽപരനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ന്യായത്തിന്റെ കൂടെ മാത്രം നിൽക്കാൻ പാടുള്ളൂ. നമ്മുടെ ഏറ്റവും അടുത്ത രക്തബന്ധമാണെങ്കിൽ പോലും അവനൊരു തെറ്റ് ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഉപേക്ഷിക്കണ്ട. പക്ഷെ അവന്റെ മുഖത്തൊക്കെ പറയണം, നീ ചെയ്തത് തെറ്റാണ്, ഇത് നീ തിരുത്തി ക്രമീകരിക്കണം. അതാണ് ന്യായതൽപരൻ. നമ്മുടെ ജഡരക്തമാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞ് തെറ്റിന് കണ്ണടച്ചാൽ എന്താ കുഴപ്പമെന്നറിയാമോ? അവൻ കൂടുതൽ തെറ്റുകാരനാവും. പക്ഷെ നമ്മളവൻ സ്നേഹത്തോടെ അവനെ തെറ്റ് തിരുത്തി നീ ഇത് ക്രമീകരിക്കുന്നു പറഞ്ഞാൽ അവനത് മാനസാന്തരപ്പെടുവാനിടയാവും. ന്യായതൽപരനായിരിക്കാനും ദയ കാണിക്കുവാനും മാത്രമല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുക, താഴ്മയോടെ ജീവിക്കുക. ഇതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. വേറൊന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും താഴ്മയോടെ, വിനയത്തോടെ, എളിമയോടുകൂടെ നമ്മൾ ജീവിക്കുക, നമ്മൾ സംസാരിക്കുക, നമ്മൾ ഓരോ ദിവസവും പിന്നിടുക. ഇതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ദൈവം ആവശ്യപ്പെടുന്ന, കാണിച്ചു തന്നിരിക്കുന്ന ഈ മഹത്തായ കാര്യം, ഈ മഹത്തായ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഈ പകൽക്കാലം ദൈവത്തോട് പറയട്ടെ, ദൈവം നമ്മളെ പടിപടിയായി ഉയർത്താൻ തുടങ്ങും. പടിപടിയായി ദൈവം മാനിക്കാൻ തുടങ്ങും. ദൈവം എങ്ങനെയാണ് നമ്മളെ ഉയർത്തുന്നതെന്ന് പ്രവചിക്കാൻ പോലും പറ്റില്ല. ദൈവത്തിന്റെ നൂതനമായ പദ്ധതികളിലൂടെ, വഴികളിലൂടെ ദൈവം നമ്മളെ വഴി നടത്തി അവൻ നമ്മളെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാകും.
ഫിലിപ്പിയ ലേഖനത്തിൽ യേശുവിനെ കുറിച്ച് എന്താ പറയുന്നത്? യേശു മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. അപ്പൊ എന്താ സംഭവിച്ചത്? അതുകൊണ്ട് ദൈവം സകല നാമത്തിലും മേലായ നാമം യേശുവിന് നൽകി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നാമം ഏതാ? സകല നാമത്തിലും മേലായ നാമം ഏതാ? അതൊരൊറ്റ നാമം മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന നാമം. ഈ ഒരു ഉയർച്ചയിലേക്ക് യേശുവിനെ എത്തിച്ചത് യേശു കർത്താവിൻ്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ താഴ്ത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തക്ക സമയത്ത് നമ്മളെ ഉയർത്തണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സ്വയം താഴ്ത്തണം. ഞാൻ തമാശക്കൊരു കാര്യം പറയാം. സഭകളിൽ, നമ്മുടെ സഭയിലെ കാര്യമല്ല പറയുന്നത്, പല സഭകളിലും ഞാൻ ഇരുന്നിട്ടുള്ളതുകൊണ്ട് പറയാണ്, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിഷയങ്ങൾ ഏറ്റെടുത്ത് ദൈവജനം പ്രാർത്ഥിക്കും. അപ്പോൾ പല സഹോദരിമാർ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ത്രേസാമ്യ ചേച്ചിയെ ഞാൻ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു, എന്നാലും ഞാൻ സ്വയം താഴ്ത്തുകയില്ല. നമ്മൾ മറ്റാരെ താഴ്ത്തണ്ട, അവരങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ താഴ്ത്തുക. നമ്മുടെ സ്വഭാവത്തിൽ അത് വെളിപ്പെട്ടു വരിക. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഉയർച്ചകൾ നമുക്കുണ്ടാകുന്നത്.